എങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ വണ്ടിയുടെ ചെയിൻ മാറാറായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ റിയർ സ്പ്രോക്കറ്റിലിരിക്കുന്ന ഏതെങ്കിലും ചെയിൻ്റെ ലിങ്ക് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കുക. അതിലൊരു പ്ലേ ഉണ്ടെങ്കിൽ ചെയിനിൻ്റെ കാര്യം ഓൾമോസ്റ്റ് തീരുമാനമായി. പിന്നെ നമ്മുടെ ചെയിനിൻ്റെ ലിങ്കുകളിൽ ഇങ്ങനത്തെ ബെൻഡുകൾ ഉണ്ടെങ്കിൽ അതും നമുക്ക് പണിയാണ്. ആവശ്യമില്ലാത്ത വൈബ്രേഷൻസും നോയ്സുകളും ഈ ചെയിനിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. എൻ്റെ എക്സ്പൾസ് ഏകദേശം 15,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ ചെയിൻ സ്പ്രോക്കറ്റ് നമുക്ക് പണിയുന്നത്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് LRL മോട്ടോഴ്സിലാണ്. ഇവിടെ നമ്മൾ ഇന്ന് വണ്ടിയുടെ ചെയിൻ സ്പ്രോക്കറ്റ് മാറി റോൾ ഓണിൻ്റെ ബ്രാസ് ചെയിൻ സ്പ്രോക്കറ്റാണ് നമ്മൾ ഇടാൻ പോണത്. ആദ്യം തന്നെ നമ്മുടെ സ്റ്റോക്ക് ചെയിൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഫ്രണ്ട് സ്പ്രോക്കറ്റൊക്കെ ഊരി ഫുൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് നമ്മൾ റിയർ സ്പ്രോക്കറ്റ് ഊരാൻ നോക്കി. ഊരി നോക്കുമ്പോഴാണ് നമ്മുടെ റിയർ സ്പ്രോക്കറ്റിൻ്റെ ബെയറിങ് പോയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ പുതുപുത്തൻ സ്മൂത്തായിട്ട് ഓടുന്ന ഒരു ബെയറിങ് ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രീസൊക്കെ തേച്ച് എല്ലാം സെറ്റ് ആക്കിയിട്ട് നമ്മൾ ചെയിൻ എടുത്ത് ഇടാൻ പോയി. റിയർ സ്പ്രോക്കറ്റ് വെക്കണതിന് മുമ്പ് നമുക്കിതിൻ്റെ ഡാമ്പർ ബുഷും കൂടെ മാറണം. ഡാമ്പർ ബുഷും ബെയറിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും പുത്തൻ ഇടുന്നതാണ് എപ്പോഴും നല്ലത്. ചെയിൻ ഇടാൻ വളരെ ഈസിയാണ്, കട്ട് ചെയ്യേണ്ട. ഇത് ഊരുമ്പോഴായാലും ഇടുമ്പോഴായാലും നമ്മൾ കട്ട് ചെയ്യേണ്ട കാര്യം. ഇതിനൊരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് ഊരിയാൽ ഈസി ആയിട്ട് നമുക്ക് ചെയിൻ പുറത്തേക്ക് എടുക്കാനും തിരിച്ച് ഇടാനും പറ്റുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളുടെ വെയിറ്റ് വെച്ചിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. അല്ലാണ്ട് നമ്മൾ നോർമൽ അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ വെയിറ്റ് വരുമ്പോഴത്തേക്കും അതിന് നല്ല ഡിഫറൻസ് വന്ന് ചെയിൻ ഓവർലാപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചെയിനിൻ്റെ ലൈഫും ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഡു കോൺടാക്ട് LRL മോട്ടോഴ്സ്. എന്നിട്ട് ഇവരുടെ കുറച്ച് പുതിയ പ്രൊഡക്ട്സ് ഉണ്ട്, നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യാം.